ഹലോ നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദുബായിൽ വന്നിട്ട് വീഡിയോ ഒന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല, ജോലി തിരക്ക് തന്നെ. പിന്നെ ഇന്ന് നമ്മൾ തമ്മിൽ കാണുന്ന പോലെ അബുദാബിയിലേക്ക് പോവാണ്. ഇപ്പോൾ ദുബായ് കരാമയിലാണുള്ളത്. അപ്പോൾ ഇവിടുന്ന് അബുദാബിയിലേക്ക് പോവാണ്. അപ്പോൾ അബുദാബിയിലേക്ക് പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഇനോഗ്രേഷൻ ഫംഗ്ഷൻ ഉണ്ട്. എൻ്റെ ഇളയച്ചൻ്റെ കടയുടെ ഒരു ഇനോഗ്രേഷൻ ഫംഗ്ഷൻ അബുദാബിയിൽ. അപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ വേറെ ഇളയച്ചനും ഇളയമ്മമാരും എല്ലാം വന്നിട്ടുണ്ട്. എല്ലാവരും കൂടി 2-3 കാറിൽ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം അബുദാബിൻ്റെ വീഡിയോ കാണിച്ചിരുന്നു, അത് രാത്രിയാണ്. അപ്പോൾ പകൽ ഞാൻ കരാമയിൽ നിന്ന് ദുബായ് കരാമയിൽ നിന്ന് അബുദാബിക്ക് പോകുന്ന വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇത് നമ്മുടെ കരാമ ഇതും കാണിക്കുന്നതാണ്, അറിയാം. കരാമ ഗ്രീൻ ലൈൻ ഹോട്ടലിലേക്ക് അവിടെ പോയി ഭക്ഷണം കഴിക്കുന്നു. ഇതെല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഇപ്പോൾ പോകുന്നു. അതിനടുത്തുള്ളൊരു ഗ്രോസറി നമ്മളെ ഇസ്മയിലൊക്കെ ഓർമ്മയുണ്ടോ? ഇതിലൊരു വെറുതെ ഒരു വീഡിയോ ആക്കുന്നില്ല ഓരോ ഓർമ്മക്ക്. അതെയാ, താങ്ക് യു. എല്ലാവരും ഹായ്. എന്തെങ്കിലും അബുദാബി അബുദാബിക്ക് ഞാൻ സുഖമില്ല, അതുകൊണ്ടാണ്. സുഖമില്ല. ഇസ്മയിലിന്റെ വണ്ടി എടുത്തിട്ട് പോകുമായിരുന്നു. ഇനി നമ്മൾ പോയിട്ട് സന്തോഷമായിട്ട് വരും. അങ്ങനെ നമ്മളെ വണ്ടി ലാൻസർ ഇതാ വരുന്നത്. ഇതാ ഇതിൽ കയറി നമ്മൾ പോട്ടെ. അങ്ങനെ നമ്മളിതാ കരാമയിൽ നിന്ന് പുറപ്പെട്ടിട്ട് നമ്മൾ അബുദാബിക്ക് പോകുന്നതാണ്. അബുദാബിക്ക് ഏകദേശം 150 കിലോമീറ്റർ ആണല്ലേ. നമുക്കൊരു 1.5 മണിക്കൂറോളം വേണം. നമ്മൾ ഷെയ്ഖ് സയ്യിദ് റോഡ് എന്ന് പറഞ്ഞ റോഡിലേക്ക് കൂടി അല്ല പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സാലിക്ക് കട്ട് ചെയ്തിട്ട് പോകുന്നത്. എൻ്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതാ ഇത് ജിജു ഏട്ടൻ, നമ്മുടെ കസിൻ ചേട്ടനാണ്. കാണുന്നുണ്ട് വണ്ടി ഓടിക്കുന്നത്. ചേട്ടൻ ഹായ് പറയോ? വെരി ഗുഡ്, താങ്ക് യു. ഇതിന്റെ സന്തോഷ് ചേട്ടൻ, നമ്മൾ കാണുന്നില്ല. സന്തോഷ് ചേട്ടൻ ഇതാ സന്തോഷേട്ടൻ്റെ വണ്ടി. ഞാൻ പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഫംഗ്ഷന് വേണ്ടി പോവുകയാണ് ആക്ച്വലി. പിന്നെ നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി. ബാക്കിയുള്ള ആൾക്കാരെല്ലാം മുമ്പേ പോയി കഴിഞ്ഞു. ഇനി ഇതുവഴി പോകുന്ന സമയത്ത് എന്ത് കാണിക്കാൻ, അപ്പുറത്തും ഇപ്പുറത്തും മരൂപികൾ തന്നെ അത് കാണിക്കാൻ. ഏതായാലും നമുക്ക് അബുദാബി ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അബുദാബിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെബീൽ പാർക്ക് അല്ലേ? സെബീൽ പാർക്ക് അല്ലേ ഇത്? സെബീൽ പാർക്ക്, അതിൻ്റെ മുമ്പിലേക്ക് കൂടി ഇങ്ങനെ പോകുന്നു. ഇനി സാലിക്ക് എന്ന് പറഞ്ഞാൽ ടോൾ എടുക്കാതെ നമ്മൾ, അതായത് ആ ഷെയ്ഖ് സയ്യിദ് റോഡ് വഴി പോകുന്ന സമയത്ത് കുറേ ടോളുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് നമ്മൾ വേറെ വഴിക്ക് കൂടി ഇങ്ങനെ വേഗം അബുദാബിക്ക് പോവുകയാണ്. അബുദാബി മുസഫ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് പോകുന്നത്. അത് ഇൻഡസ്ട്രിയൽ ഏരിയൻ്റെ അടുത്താണ്. ഇൻഡസ്ട്രിയൽ ഏരിയ കാണിച്ചു തരാം. ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറഞ്ഞാൽ നിറച്ചും ഡ്രൈ പ്ലേസ് ആണ്. ഏതായാലും ആ ഭാഗങ്ങളാണ് നമുക്ക് പോകേണ്ടത്. നമ്മളിപ്പോൾ ജബലല്ലി ഇൻഡസ്ട്രിയൽ ഏരിയൻ്റെ ഭാഗത്ത് കൂടി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജബലല്ലി ഡിസ്ട്രിക്റ്റ് എന്നാണ് പറയുക. ദുബായിയുടെ ഒരു ഡിസ്ട്രിക്റ്റാണ് ജബലല്ലി. അപ്പോൾ ജബലല്ലിയിൽ ഫേമസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഇൻഡസ്ട്രീസും അടുത്ത ഭാഗത്ത് എന്ന് പറഞ്ഞാൽ അവർക്കുള്ള അക്കോമഡേഷനുള്ള ഏരിയ ആയിരുന്നു. ഞാൻ അത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതിപ്പോൾ കാണിക്കാൻ പറ്റില്ല ഏത് അക്കോമഡേഷൻ ഭാഗങ്ങൾ. നമ്മളിപ്പോൾ ജബലല്ലി ഡിസ്ട്രിക്റ്റ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുന്നത്. ഇത് ആക്ച്വലി ഔട്ടർ ദുബായ് ആണ്. അബുദാബിക്ക് പോകുന്ന ലാസ്റ്റ് സിറ്റിയാണ് ഈ ജബലല്ലി എന്ന് പറയുന്നത്. അൽ മക്തും എയർപോർട്ട്, ദുബായിൽ വേറൊരു എയർപോർട്ട് വരുന്നില്ലേ, അൽ മക്തും എയർപോർട്ട്. ആ ഭാഗം ഈ അൽക്കിയൽ റോഡ് വഴി പോകുമ്പോഴാണ് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്താണ് അൽ മക്തും എയർപോർട്ടിന്റെ ഇല്ല. ഓക്കെ, എനിവേ അൽ മക്തും എയർപോർട്ടിന്റെ ഭാഗങ്ങൾ. പിന്നെ ഇതിന്റെ അടുത്ത് തന്നെ ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞ വലിയൊരു മോളുണ്ട്. ആ ലാൻഡ്മാർക്ക് വെയർ ഹൗസ്, സോറി നമുക്ക് കൂടുതൽ അറിയില്ല. ഇവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതാണ്. ലാൻഡ്മാർക്കിൻ്റെ വലിയ കമ്പനിയാണ് അത്ര ലാൻഡ്മാർക്ക്. അതായത് മാക്സ്, അതേപോലെ സെൻറ്റർ പോയിന്റ്സ് ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഗോഡൗൺ, അതായത് അവിടെയാണ് അത്ര. ഈ ഭാഗങ്ങളിൽ അത്ര വലിയ ഫേമസ് ആയ കമ്പനികളുടെ
വെയർ ഹൗസസ് ഉള്ള സ്ഥലങ്ങളാണ് ഈ ജബലലിയിലുള്ളത്. ജബലലിയിലെ ജബലലി സൗത്ത് ഉണ്ടോ, ഇവിടെയൊക്കെ ഇൻഡസ്ട്രിയൽ ഏരിയ. മരുഭൂമിയിലെ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. മരുഭൂമി. അബുദാബിക്ക് ഇനി 112 കിലോമീറ്റർ. അൽക്കൈൽ റോഡെല്ലാം കഴിഞ്ഞ് ഇനി അബുദാബിന്റെ പഴയ റോഡായിരിക്കും അല്ലേ? ഇത് പുതിയ റോഡാ. പഴയ റോഡ് ഷെയ്ഖ് സയ്യിദ് റോഡ് തന്നെ അല്ലേ? പഴയ റോഡ് ഷെയ്ഖ് സയ്യിദ് റോഡ് തന്നെ, മെയിൻ ഹൈവേ, എയർപോർട്ടിലെല്ലാം ഉള്ളത് റോഡ്. നമ്മൾ അബുദാബിക്ക് പോകുന്ന വഴിക്ക് കണ്ട ഒരു ഇതാണ്, വോളാണ്. ഇതിന് ഗ്രീൻ ബെൽറ്റ് എന്നാ പറയും. ഇപ്പൊ കാണാം നിങ്ങൾക്ക്. ഒരു ബാരിക്കേഡ് ഉള്ളത് കൊണ്ട് കാണുന്നില്ല. അതെപ്പോൾ കണ്ടില്ല, ഒരു ഗ്രീൻ വോള് കാണുന്നില്ലേ? അത് ഇപ്പൊ കാണാം. ഇതിന് ഗ്രീൻ ബെൽറ്റ് എന്നാ പറയാം. അത് വലിയ വോളാണ് ഇത്ര. അത് ഇവിടുന്ന് അബുദാബി വരെ ഏകദേശം ഉണ്ട് അല്ലേ? ഏകദേശം കാണും. അത് എന്തിനാന്ന് പറയാമോ? ഈ നമ്മളെ റോഡ് കണ്ടോ, ഈ റോഡിലേക്ക് ഇങ്ങനെ ഒട്ടകങ്ങളും ആനിമൽസൊക്കെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാണ്ട് കണ്ടിട്ടാണ് ഇത് ഇങ്ങനെ ബാരിക്കേഡ് പോലെ അങ്ങോളം കെട്ടിയിരിക്കുന്നത്. എൻവയോൺമെന്റ് റിസർവേഷൻ എന്ന് പറയും. അതായത് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി കെട്ടിയതാണെന്നാണ് പറയുന്നത്. അപ്പുറത്തുണ്ടോ? രണ്ട് ഭാഗത്തും ഉണ്ട് കേട്ടോ. എനിക്ക് ഈ വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് എത്രമാത്രം ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതായി കാണുന്നു. നമ്മളത് സൂപ്പർ ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു കാഴ്ച കാണിക്കാൻ പോവുകയാണേ. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോളേ. അബുദാബി എയർപോർട്ടിലേക്ക് ഇറങ്ങുന്ന ഫ്ലൈറ്റ് കേട്ടോ. അയ്യോ, കിട്ടിയില്ല ഗൈസ്. ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യുന്നുണ്ടോ? ഇതാണ് നമ്മുടെ അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ട്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ രാത്രി. നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കാണുന്നുണ്ടോ? അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു കണ്ടത്. ഇപ്പം കഴിഞ്ഞത് അബുദാബി എയർപോർട്ട്, അതായത് ഷെയ്ഖ് സയ്യിദ് എയർപോർട്ട് അല്ലേ അതിന് പറയാ? സയ്യിദ് ഇന്റർനാഷണൽ എയർപോർട്ട് അല്ലേ? സയ്യിദ് ഇന്റർനാഷണൽ എയർപോർട്ട്, അബുദാബി എയർപോർട്ട് കഴിഞ്ഞു. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അബുദാബി സിറ്റിൻ്റെ അടുത്തേക്കുള്ള ഭാഗങ്ങളിൽ കൂടിയാണ്. നമ്മളിപ്പം മുസഫ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഔട്ടർ സിറ്റിയാണ്. അതായത് അതെ, ഇവിടെ ഒരു ഭയങ്കര ബിൽഡിംഗ് ഉണ്ട്. അതായത് കോയിൻ ബിൽഡിംഗ് എന്നാ പറയാ. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് കണ്ടോ, അതിനടുത്തുള്ള ബിൽഡിങ്സ് ആണ് ഇതൊക്കെ. അതെയോ, ഇത്തിഹാദ് എയർവേസിന്റെ ഓഫീസൊക്കെ ഉള്ളത് ഇവിടെയാണ് അത്ര. അപ്പോൾ അബുദാബിനെ പറ്റി പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ സിറ്റി ഓഫ് UAE അതാണല്ലോ. പിന്നെ അതിന് വേറൊരു സ്പെഷ്യൽ ഒരു സ്ഥലമാണ് നമ്മുടെ വലിയ മോസ്ക്. UAEയിലെ ഏറ്റവും വലിയ മോസ്ക് ഉള്ളത് ഇവിടെയാണ്. പിന്നെ ഹിന്ദു ടെമ്പിൾ ഉള്ളത് അബുദാബിയിലാണ്. അതായത് ബാബ് മന്ദിർ എന്ന് പറയും. പറ്റുമെങ്കിൽ അതിൻ്റെ വീഡിയോ കൂടി എടുക്കാം. നമ്മൾ ഈ ട്രിപ്പിൽ പോകുന്നുണ്ടോ എന്ന് അറിയില്ല. ഒരു ദിവസം എന്തായാലും ആ വ്ളോഗ് ഞാൻ ചെയ്യും. പക്ഷേ ഇപ്പോൾ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിപ്പോൾ ഔട്ടർ സിറ്റി ഓഫ് അബുദാബി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റർനാഷണൽ എയർപോർട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് നിങ്ങൾ കാണിച്ചു തരുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. നേരത്തെ പറഞ്ഞല്ലോ, കോയിൻ ബിൽഡിംഗ് നോക്കോളൂ. ഇതാ അതെ, ഏതാനും നിമിഷങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഈ കാണുന്നത് ഉണ്ടോ? റൗണ്ട് കാണില്ലേ? ഇതാണ് കോയിൻ ബിൽഡിംഗ്. പണ്ട് നമ്മൾ അബുദാബിയിലേക്ക് വരുമ്പോഴുണ്ടല്ലോ, ഈ കോയിൻ ബിൽഡിംഗ് കാണാൻ വേണ്ടി കാത്തു നിൽക്കും. ലാൻഡ് മാർക്കാണ്. അബുദാബി എത്തിയെന്ന് മനസ്സിലാക്കിയത്. എന്തൊരു രസം നോക്കിയാൽ നിങ്ങൾ നോക്കിയേ, ഉണ്ടല്ലേ? വാവ്, കറക്റ്റ് ഒരു കോയിൻ പോലെ തന്നെയല്ലേ? അബുദാബി ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് പോകുന്ന റോഡാണ് ഇത് കാണുന്നത്. നമ്മൾ സിറ്റി റോഡെല്ലാം കഴിഞ്ഞ് മുസഫ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് പോകുന്ന റോഡ് കാണുന്ന ഒരു വലിയൊരു ബിഗ് യു ടേൺ. വളരെ ശ്രദ്ധിച്ചു പോകുന്ന ഒരു സ്ഥലമാണ്. കാരണം ഇവിടെ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സ്ഥലമാണിത്. നമ്മൾ
മേലെ കാണുന്ന ആ ഇതിലേ കൂടെയാണ് വന്നത്. ആ ഫ്ലൈ ഓവർ കാണുന്നില്ല, അതിലേ കൂടെ ഇങ്ങനെ യൂ ടേൺ എടുത്ത് വന്നു. നമ്മളിത് മുസഫ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയൽ ഏരിയ. ഇവിടെ നിന്ന് നമുക്ക് അബുദാബി സിറ്റിയിലേക്കുള്ള ഒരു 10 കിലോമീറ്റർ ഉള്ളത്. അബുദാബി സിറ്റി നമുക്ക് കാണിക്കുന്നില്ല, ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് എനിക്കിപ്പോൾ പോകേണ്ട സ്ഥലമുള്ളത്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഫംഗ്ഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി ഒരു ഇനോഗ്രേഷനാണ്. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ നിന്ന് കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കസിൻസ് ചേട്ടനെല്ലാം കൊണ്ട് പോകുന്നത് അതുകൊണ്ടാണ്. ആക്ച്വലി ഈ റോഡ് നേർക്ക് പോകുന്നത് സൗദി അറേബ്യക്ക് പോകുന്ന വഴിയാണ്. നമ്മുടെ ഇപ്പം സൈൻ ബോർഡ് ഇപ്പം കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് സൗദി അറേബ്യ, ഖത്തറിലൊക്കെ പോകേണ്ട ഈ വഴിയാണ് പോകുന്നത്. സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് എത്തുക. അബുദാബി മുസഫ ഏരിയ ആണ് കാണുന്നത്. ഇവിടെയൊക്കെ സോണുകൾ ആയിട്ട് തിരിച്ചിട്ട് റോഡ് നമ്പേഴ്സ് ഇട്ടിട്ടാണ് ഇവിടെ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് റോഡിന് നമ്പേഴ്സാണ് ഇട്ടിട്ടുണ്ടാവുക. തിരക്കുകളൊക്കെ കാണുന്നുണ്ടോ? നമ്മൾ അങ്ങനെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ എത്തി കേട്ടോ. ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള ഒരു ഇവിടെ ഭയങ്കര ഇടങ്ങാറാണ്. വിചാരിച്ച പോലെ തന്നെ വണ്ടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓടി വരും. ഇതാണ് ഈ കാണുന്നതാണ് ഇൻഡസ്ട്രിയൽ ഏരിയ. കാണുന്നുണ്ടോ? ഇൻഡസ്ട്രീസ് മാത്രമുള്ള ഏരിയകളാണ്. ഇവിടെയാണ് എൻ്റെ ഒരു ഇളച്ചൻ്റെ ഒരു ഷോപ്പുള്ളതാണ്. ഇവിടെ ഇതൊക്കെ ഓരോരോ ഇൻഡസ്ട്രീസ് ആണ് കാണുന്നതൊക്കെ. കണ്ടല്ലേ? ഇതാ കണ്ട നമ്മുടെ അങ്ങനെ എത്തി ഉണ്ടോ? ഇവിടെയാണ് നമ്മളെ ഇന്നത്തെ ഫംഗ്ഷൻ ഉള്ളത്. അപ്പം ഇതാണ് നമ്മുടെ ഇൻഡസ്ട്രി. ഈ ഇൻഡസ്ട്രിയുടെ ഉദ്ഘാടനത്തിന് വന്നതാണ്. ഇപ്പം വണ്ടി ഓടിച്ച് വന്ന ചിച്ചുവേട്ടൻ ഇതാണ്. ഇത് സുന്ദരലച്ചൻ. ഇത് സുന്ദരലച്ചൻ്റെ ഷോപ്പാണ്. ഇതാണ് അളച്ചൻ. ഇതാണ് അളച്ചൻ. ഇത് മറ്റേ അളച്ചൻ നാട്ടിൽ നിന്ന് വന്നത്. ജനറലച്ചൻ എങ്ങനെയുണ്ട്? അബുദാബി ബ്രദർ എന്തല്ല? ഇതാണ് ഇളച്ചൻ്റെ ഷോപ്പ്. ഇതിൻ്റെ ഈ മെഷീൻ്റെ ഉദ്ഘാടനത്തിനാണ് വന്നത്. ഇതാണ് ഇൻഡസ്ട്രീസ് ഉണ്ടോ? ഇനി നമ്മളെ നാട്ടിൽ നിന്ന് വന്ന് കുറച്ച് ഗസ്റ്റിനെ പരിചയപ്പെടുത്താൻ. അങ്ങനെ നമ്മളെ നാട്ടിൽ നിന്ന് വന്ന് നമ്മളെ ഇളയമ്മ. ഇതാ ഇത് ആനന്ദ ഇളയമ്മ, ഇത് ഗീത ഇളയമ്മ ആൻഡ് നമ്മളെ വല്യമ്മ. ഇവരൊക്കെ ഇപ്പം നാട്ടിൽ നിന്ന് വന്നതാണ്. യൂട്യൂബിലിടും. അപ്പോ ഇവര് എങ്ങനെയുണ്ട് വന്നിട്ട്? അബുദാബിയിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? 2 ദിവസം ദുബായിലായിരുന്നു. 2 ദിവസം ദുബായിൽ നിന്ന് കറങ്ങി ഇതാ ഇന്ന് നമ്മള് ഇവിടെ എത്തി. സന്തോഷം, നമ്മൾ കൂടെ വന്ന സന്തോഷമായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇനി ഇവിടുന്ന് ലഞ്ചിന് വേണ്ടി പോവാണേ. നമ്മള് വന്ന വണ്ടികളൊക്കെ ഇത് അടുത്ത വണ്ടി ഇതാ അടുത്ത ഒരു വണ്ടി പോകുന്നു. നമ്മളിവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്ന മാജിക് ഷെഫ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് മുമ്പിലാണുള്ളത്. ഇത് ഇൻഡസ്ട്രിയൽ ഏരിയയുടെ ഓരോരോ സോണിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതേപോലത്തെ ഏരിയകളാണ് ഇതേ കാണുന്നതൊക്കെ. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഇങ്ങനെയൊക്കെയാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നത്. മൊത്തം എന്താ പറയുക, ഇൻഡസ്ട്രീസാണ് ഇവിടെ ഉണ്ടാവുക. ഒരു പ്ലീസ് ഹായ് മനോ. ഹലോ. നമ്മൾ രാവിലെ ദുബായിൽ നിന്ന് പുറപ്പെട്ടത്. ജനറലച്ചൻ വന്നിട്ട് ഇപ്പം ഒരാഴ്ചത്തേക്ക് വന്നതാ അല്ലേ ചേ? ഒരാഴ്ചത്തേക്ക് നാട്ടിൽ നിന്ന് വന്നതാണ്. ഇപ്പം എങ്ങനെയുണ്ട്? 25 വർഷം മുമ്പേ ഇവിടെ ജോലി ചെയ്ത ആളാണ്. ഇപ്പം എങ്ങനെയുണ്ട് മാറ്റം ദുബായിയുടെ? അതിഗംഭീരാണ്. പണ്ട് വരുന്ന സമയത്ത് കുറച്ച് ഖലീഫയൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ ഇന്നലെ കാണാൻ പോയി അല്ലേ? അത് തന്നെ. അപ്പം നല്ല ഫുഡ് കഴിക്കാൻ നിൽക്കട്ടെ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നമ്മുടെ ഫാമിലി എല്ലാവരും കൂടെ ലഞ്ച് കഴിക്കാൻ അബുദാബിയിലുള്ള മാജിക് ഷെഫ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ വന്നിട്ടാണുള്ളത്. നമ്മളെല്ലാവരും ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എല്ലാവരും പല ഓർഡറും പറഞ്ഞിരിക്കുകയാണ് അല്ലേ? ചോറ്, ബിരിയാണി, ഇതൊക്കെ ബിരിയാണി കിട്ടി. നമ്മൾ ചോറിന് വേണ്ടി കാത്തിരിക്കുന്നു എല്ലാ ഫാമിലീസും. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക. എല്ലാ ആളുകാരും കൂടെ നോക്കിയതാ നമ്മുടെ ഫാമിലീസ് എല്ലാ ആൾക്കാരും കൂടി ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി. ആനന്ദ വല്യമ്മ അല്ല ആനന്ദ ഇളയമ്മ, എൻ്റെ അനി മൂപ്പർ, ഗീത ഇളയമ്മ. എങ്ങനെയുണ്ട് ദുബായ് വന്നിട്ട്? അടിപൊളി അടിപൊളി അടിപൊളി. എന്തു ഇളയമ്മ എല്ലാവരും ഓക്കെ. ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ അബുദാബി തന്നെയുള്ള വേറൊരു വലിയൊരു മോളാണ്, മസിയാത്ത് മോൾ എന്ന് പറഞ്ഞാൽ. എൻ്റെ പിന്നിൽ കാണുന്നില്ല, ഇതാണ്. നമ്മളിപ്പോൾ ഈ റോഡ് വഴി വന്ന് ഇവിടുത്തെ പാർക്കിങ്ങിൽ വന്ന് കയറിയിരുന്നു. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ
വലിയൊരു മോളാണ് മസ്യാദ് മോൾ, ഇൻഡസ്ട്രിയൽ ഏരിയ അടുത്തുള്ള ഒരു മോൾ. അപ്പം ഇവിടെയാണ് നമ്മൾ ഫാമിലിക്ക് അക്കോമഡേഷൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ വലിയ ഹോട്ടൽസൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് വലിയൊരു മോളാണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ അബുദാബിൻ്റെ വീഡിയോ കാണിച്ചു മാത്രമേ മോളുടെ ഉള്ളിൽ ലുല്ലു, മലബാർ ഗോൾഡ്, കല്യാൺ, എല്ലാ വലിയ കല്യാൺ വലിയ എല്ലാ ബ്രാൻഡഡ് കമ്പനികളും ഇതിലൊക്കെ ഉണ്ട്. അപ്പോൾ ദുബായ് ടു അബുദാബി നമ്മളെ ഫങ്ഷൻസ് ഇതൊക്കെ കണ്ടു. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്ത് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.